പ്രിയ സ്നേഹിതരെ, വൃക്ഷങ്ങളും സസ്യങ്ങളും ധാരാളം ഉള്ള ഇടത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ പ്രഭാതത്തിൽ നേരം പുലരുമ്പോൾ തന്നെ ധാരാളം കിളികളുടെയും മറ്റിതര ജീവികളുടെയും ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. നേരം പുലരുമ്പോൾ എന്ന് പറയാൻ കാരണം, നേരം പുലർന്ന് കുറെ കഴിയുമ്പോൾ വണ്ടികളൊക്കെ ഓടിത്തുടങ്ങി അതിൻ്റെയും ശബ്ദം, മനുഷ്യർ സംസാരിക്കുന്ന ശബ്ദമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെയാണ് നമ്മൾ കിളികളുടെ ശബ്ദം ശ്രദ്ധിക്കാൻ കഴിയുക. എന്നാൽ ഈ കിളികൾ പാട്ട് പാടുന്നു എന്നൊക്കെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. എന്നാൽ അത് പറന്നടക്കുകയും അന്യോന്യം ശബ്ദമുണ്ടാക്കി ആശയവിനിമയം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേപോലെ നമ്മുടെ വീടിനകത്ത് ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അമ്മയുടെ അടുത്ത് സംസാര ഭാഷയിലൂടെ അല്ലെ വാക്കുകൾ ഉപയോഗിച്ചല്ല ആശയവിനിമയം നടത്തുന്നത്. ആ കുഞ്ഞ് പൊടിക്കുഞ്ഞാണെങ്കിൽ കൈ കാണിച്ചോ, മുഖം കാണിച്ചോ, ചിരിച്ചു കാണിച്ചോ, വിഷമം കാണിച്ചൊക്കെയാണ് തൻ്റെ അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. വാക്കുകൾ പറയാനുള്ള പ്രായമായിട്ടില്ല എന്നുള്ളത് തന്നെ കാരണം. എന്നാൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അപ്പ, അമ്മ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള വാക്കുകൾ ഓരോന്നും പറഞ്ഞു തുടങ്ങുകയും അമ്മയ്ക്കും അപ്പനും വ്യക്തമായി ആ കുഞ്ഞു പറയുന്നത് ഏകദേശമൊക്കെ എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയും. അതേപോലെ തന്നെ കുഞ്ഞിനും അമ്മയുടെയും അപ്പൻ്റെയും സംസാര ഭാഷ അറിയത്തില്ലെങ്കിൽ പോലും അമ്മ ദേഷ്യപ്പെടുമ്പോൾ, അമ്മ ചിരിക്കുമ്പോൾ കുഞ്ഞിന് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറയാൻ വരുന്നത്, ആശയവിനിമയം രണ്ട് ജീവികൾ തമ്മിൽ നടത്താൻ പ്രത്യേകിച്ച് ഭാഷ, അക്ഷരലിപിയുള്ള ഭാഷയും അതിൻ്റെ ലിപികൾ ചേർന്നുള്ള വാക്കുകളും വേണം എന്നൊരു നിർബന്ധവുമില്ല. അപ്പോൾ വ്യത്യസ്ത രീതികളിൽ നമുക്ക് അന്യോന്യം സംസാരിക്കാനോ ആശയങ്ങൾ കൈമാറാനൊക്കെ കഴിയും എന്നുള്ളത് ഒരു പരമാർത്ഥതയാണ്. ഇനി ദൂരെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ നമ്മൾ കൈ കാണിച്ചിട്ട് എന്തോ ഉണ്ട് എന്ന് ചോദിക്കുന്ന രീതി സാധാരണയാണല്ലോ. എന്നാൽ വളരെ ദൂരത്തൂടെ പോകുന്ന ഒരാളാണെങ്കിൽ, കണ്ടത്തിൻ്റെ വരമ്പത്തൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ടിട്ട് ഇങ്ങ് കരയ്ക്ക് നിൽക്കുന്ന ഒരാൾ പറയുക ഇങ്ങനെ കൈ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്നൊക്കെയാണ്. തിരിച്ചു ആൾ എന്ത് ചെയ്യുന്നു, ആ കണ്ടത്തിൻ്റെ വരമ്പത്തൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ കൈ കാണിച്ചിട്ട് സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അതുവഴി നടന്നങ്ങ് പോകുന്നു. അപ്പോൾ കൈ കാണിച്ചും നമുക്ക് ആശയവിനിമയം നടത്താം. ഞാൻ പറയുന്നത്, ഇങ്ങനെ വിവിധ രീതിയിൽ മനുഷ്യർ തമ്മിലും മനുഷ്യർ ജീവികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവവുമായി ആശയവിനിമയം നടത്തുന്നത്? വാക്കുകളിലൂടെയാണോ? നമ്മൾ പറയുന്ന ഭാഷ മലയാളം ഭാഷയാണ്. ഈ ഭാഷ ദൈവത്തിന് മനസ്സിലാകുമോ? ഇനി ഒരു സായിപ്പ് ഇംഗ്ലീഷിൽ ഈ ദൈവത്തോട് പറഞ്ഞാൽ ദൈവത്തിന് മനസ്സിലാകുമോ? ഇനി വിയറ്റ്നാമിലോ കംബോഡിയയിലോ ഉഗാണ്ടയിലോ ഒക്കെയുള്ള വ്യക്തികൾ അവരുടെ ഭാഷയിൽ ഈ ദൈവത്തോട് സംസാരിച്ചാൽ ദൈവത്തിന് മനസ്സിലാകുമോ? അതോ ദൈവത്തിന് എല്ലാ ഭാഷയും അറിയാവുന്നതാണോ? ദൈവം എന്ന ശക്തി അത് ദൈവമാകണമെങ്കിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും സകല ഭാഷകളും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആശയങ്ങളും അവർ പകർന്നു കൊടുക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകാൻ കഴിയണം. അപ്പോൾ ഏത് ഭാഷയിൽ ഉള്ള ദൈവങ്ങളാണ് എന്നുള്ളതല്ല വിഷയം, ഏത് ഭാഷ മനസ്സിലാകുന്നു എന്നുള്ളതല്ല വിഷയം. ദൈവമാണോ സകല മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവമാണോ ഭൂമിയെ സൃഷ്ടിച്ചത്? സകല ജീവികളും മനുഷ്യരും വിളിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ ദൈവത്തിന് അത് മനസ്സിലാകും. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ തലയ്ക്ക് മീതെ കൂടെ പറന്നു പോകുന്ന കിളികൾ, ഇതൊക്കെ ഏത് ഭാഷയാണ് പറയുന്നത്? എന്നാൽ പറയുന്നു, ഒരു കുരുകിലിനെ പോലും ദൈവം മറന്നു കളയുന്നില്ല. ഒരു കുരുകിൽ പറന്നു പോകുന്ന ഒരു കുരുകില് ക്ഷീണിച്ച് വീണ് പോകണമെങ്കിൽ അതും ദൈവം അറിയുന്നു എന്നുള്ളതാണ്. അപ്പം ഭൂമിയിലുള്ള സകല ജീവികളും, ഇനി പോട്ടെ, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു, അത് കറങ്ങുന്ന ആ ശക്തിയെ നിയന്ത്രിക്കുന്നത് ആര്? അതും ദൈവം തന്നെയാണ്. ഈ നക്ഷത്രങ്ങൾ പലതുണ്ട്. ശാസ്ത്രം പറയുന്നു പുതിയ പുതിയ നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു, പുതിയതുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അതിനെയും നിയന്ത്രിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ദൈവമെന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ദൈവത്തോട് സംസാരിക്കാൻ വാക്കുകൾ ഉപയോഗിച്ചും വാക്കുകൾ കൂടാതെയും എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ മുതൽ എൻ്റെ ഹൃദയത്തിലെ സന്തോഷം വരെ ദൈവത്തിന് അറിയാൻ കഴിയും.